ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതി കിട്ടിയ പണം കൊണ്ട് ഇങ്ങനെ സച്ചിക്ക് കാറ് വാങ്ങാനുള്ള ആ ഒരു ആഗ്രഹവുമായി മുന്നോട്ട് പോകുന്ന എപ്പിസോഡ് ഇന്നലെ പറഞ്ഞല്ലോ. അങ്ങനെ രേവതിക്ക് ആ പണം തികയില്ല, ഒരു സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കാൻ പോലും ആ പണം തികയില്ലെന്ന് മനസ്സിലാക്കിയ രേവതി ഇനി എന്ത് ചെയ്യും? പലിശക്കാരനെ കിട്ടിക്കഴിഞ്ഞാൽ തന്റെ കട പണയം വെക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഹേഷിനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോ മഹേഷ് ഓക്കെ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ സമയം ദേവുവാണ് അമ്മ പണയം വെക്കുന്ന ആളെ കാണിച്ചു കൊടുക്കുന്ന കേട്ടോ. അയാള് പിറ്റേ ദിവസം രാവിലെ തന്റെ കടയിലോട്ട് വരാമെന്ന് പറഞ്ഞു പോവാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ വീട്ടിൽ ചെല്ലുമ്പോ ഇങ്ങനെ ആ പലിശക്കാരൻ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോ വന്നിട്ടുണ്ട്. അങ്ങനെ ആ കട ഇങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ. അപ്പൊ ഇത് ചന്ദ്രമതി കാണാണ്. അങ്ങനെ ചന്ദ്രമതി താഴോട്ട് ഇറങ്ങി വരാണ്. അങ്ങനെ ചന്ദ്രമതി, എന്താ നിങ്ങൾക്ക് ഇവിടെ ഈ ചന്ദ്രമതി എന്ന പൂക്കട ഇത് നിങ്ങളുടേതാണോ? അയ്യേ, എന്റേതൊന്നല്ല ഇത് എന്ന് പറയട്ടെ. അപ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് ഇറങ്ങി വരാനേട്ടാ. എന്റെ കട കാണണമെങ്കിൽ അപ്പുറത്തെ ബിൽഡിങ്ങിലുണ്ട്, അവിടുത്തെ 2ാം നിലയിലാണ് എന്റെ കട. ചന്ദ്രമതി എന്ന പേര് എഴുതിയിട്ട് ബ്യൂട്ടി പാർലറുണ്ട്. അല്ലാതെ ഇതുപോലെ പിഷ്കിയായ കടകളും ഇതുപോലെ അർക്കീസായ കടകളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി സംസാരിക്കാനായിട്ടാ. അത് കേൾക്കുന്ന രേവതി ഒന്നും മിണ്ടുന്നില്ല. കാരണം എന്ത് പറഞ്ഞാലും തനിക്ക് ഇതൊക്കെ തന്നെയാണ് കേൾക്കേണ്ടി വരിക. അങ്ങനെ പിന്നീട് ചന്ദ്രമതി വീണ്ടും പറയണേ, അല്ല നിങ്ങളിപ്പോ എന്തിനാ ഈ കട നോക്കാൻ വന്നിരിക്കുന്നത്? ഞാനൊരു പലിശക്കാരനാണ്, ഈ കട ഇങ്ങനെ പണയത്തിന് വെക്കുന്നുണ്ടെന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി അന്വേഷിക്കാനാണ്. അത് കേട്ട ഉടനെ ചന്ദ്രമതി പറയുന്നത്, അല്ല നിനക്കില്ലടി ഇന്നലെ 500 അതിലേറെ മാലകൾ എന്തൊക്കെ കെട്ടിയിട്ട് നിനക്ക് പണം കിട്ടിയെന്ന് പറഞ്ഞത്, അത് ഇത്ര പെട്ടെന്ന് നീ നിന്റെ തറവാട്ടിലോട്ട് കൊണ്ടുകൊടുത്തോ? അത് കേൾക്കുന്ന രേവതിക്ക് അങ്ങ് പിടിക്കില്ല കേട്ടോ. രേവതി പറയണേ, എന്റെ വീട്ടിലോട്ട് ആർക്കും കൊണ്ടുകൊടുക്കേണ്ട ആവശ്യമില്ല, എന്റെ അമ്മ നന്നായി അധ്വാനിക്കുന്നുണ്ട്. പിന്നെ എന്താണാവോ എനിക്ക് പണത്തിന്റെ ഇത്ര വല്ലാത്ത ആവശ്യം, ഈ കട പണയം വെക്കാനുള്ള ആവശ്യം എന്താന്നൊക്കെ ചോദിക്കാണ് കേട്ടോ. അപ്പൊ അത് കേട്ടുകൊണ്ട് തന്നെ രേവതി പറയാണ്, അതിന് എനിക്കൊരു ആവശ്യമുണ്ട്, അത് കാരണമാണ്. നിന്റെ ആവശ്യം നിന്റെ അമ്മക്കും നിന്റെ ആങ്ങളൊക്കെ കൊണ്ടുകൊടുക്കലല്ലേ എന്തൊക്കെ പറഞ്ഞ് വളരെ പുച്ഛത്തോടു കൂടി കളിയാക്കി സംസാരിക്കുമ്പോ രേവതിക്ക് വലിയ സങ്കടമാവാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, തനിക്കിത് എന്നും കേട്ട് കേട്ട് ഈ ചെവിയിലൂടെ കേട്ട് അപ്പുറത്തെ ചെവിയിലൂടെ വിടുക എന്നുള്ള ആ ശീലമാക്കി എടുത്തിരിക്കുന്നു കേട്ടോ. പിന്നീട് മീരയാണ് കാണിക്കുന്നത്. മീരയും ശ്രുതി ഇങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. ആ സമയം അവിടോട്ടൊരു സ്റ്റാഫ് കയറി വരികയാണ്. നിങ്ങളെ കാണാൻ നിങ്ങളുടെ ഭർത്താവ് വന്നിട്ടുണ്ട്. ഇത് മീരയുടെ മുഖത്ത് നോക്കിയാണ് പറയുന്നത്. അത് കേട്ടോണ്ട് തന്നെ മീര ചോദിക്കുക, അയ്യോ എനിക്ക് എൻഗേജ്മെന്റോ എന്റെ വിവാഹം പോലും നടന്നിട്ടില്ല, എന്നിട്ടല്ലേ എനിക്കൊരു ഭർത്താവും ഇല്ല, എന്റെ കാര്യങ്ങൾ നോക്കുന്നേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോ, അയ്യോ നിങ്ങളുടെ കാര്യമില്ല, ഈ നിൽക്കുന്ന ശ്രുതിയുടെ ഭർത്താവാണ് വന്നിരിക്കുന്നത്. അത് കേൾക്കുന്ന ശ്രുതിക്ക് വലിയ ഒത്തിരി ഒന്നും തോന്നില്ല കേട്ടോ. സാധാരണ പോലെ ശ്രുതി അങ്ങ് വന്നോളൂ എന്നുള്ള ലെവലിൽ നിൽക്കുമ്പോ, എടി നീ എന്താടി നിന്റെ ഭർത്താവ് വന്നേന്ന് പറഞ്ഞിട്ട് നിനക്കൊരു വിലയൊന്നും ഇല്ലാത്ത ശ്രുതിയല്ലേ, അവനിങ്ങോ വന്നോളും എന്ന് പറയുമ്പോ, എടി നീ ഒരു കാര്യം മറന്നോ? എന്ത്? കടയുടെ പേര് മാറ്റിയ കാര്യം? അയ്യോ അത് ഞാൻ മറന്നിരിക്കുന്നു എന്നും പറഞ്ഞ് ശ്രുതി താഴോട്ട് ഓടി ചെല്ലുമ്പോഴേക്കും ഇപ്പുറത്താണെങ്കിലോ ശ്രുതി ഈ കടയുടെ പേര് മാറ്റിയത് കാണാനിട്ടോ. അത് കാണുന്നതിനോട് കൂടിയിട്ട് ശ്രുതി ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. പിന്നീട് ഈ പേര് മാറ്റിയ ആ രംഗം കണ്ടിട്ടാണ് ശ്രുതി മുന്നോട്ട് വരുന്നത്. ശ്രുതിയെ കണ്ട ഉടനെ ശ്രുതി ചോദിക്കുകയാണ്, അല്ല നീ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് കേട്ട ഉടനെ ശ്രുതി പറയാണ്, ഞാൻ എന്ത് ചെയ്തു എന്നാ ശ്രുതി പറയുന്നത്? നീ ഇത്രയും മോശക്കാരിയാണെന്ന് അറിഞ്ഞില്ല, എന്റെ അമ്മയുടെ പേര് നീ എന്തിനാ മാറ്റിയത്? അപ്പോഴേക്കും മീര അവിടെ എത്തുന്നു കേട്ടോ. അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് മീര സംസാരിക്കുകയാണ്. അത് കേൾക്കുന്ന ശ്രുതി പറയണ, മീര നിന്നോട് ചോദിച്ചിട്ടില്ല, എന്റെ ഭാര്യ ഇവളോടാണ് ചോദിച്ചത്. എന്റെ അമ്മയുടെ കടയായിരുന്നു, ഈ കടയുടെ പേരാണ് ഈ കട കിട്ടത്. ഇപ്പോൾ ഇവൾ ആരോടും പറയാതെ ഈ കടയുടെ പേര് മാറ്റിയത് എന്തിന് എന്ന് ചോദിക്കുമ്പോഴേക്കും ഇവിടെ മീര ഇവൾ എന്ത് കള്ളാണ് അവ ഇനി പറയാൻ പോകുന്നത് എന്ന പ്രതീക്ഷയിൽ നിൽക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ ശ്രുതി പറയണം, അത് ഈ കട പേര് മാറ്റേണ്ട സാഹചര്യം വന്നതുകൊണ്ടാണ്. എന്ത് സാഹചര്യം? എന്താ സാഹചര്യം നിനക്ക് ഞാൻ അറിയാത്തത്? അതെ, ഈ കട അത്രമാത്രം നല്ല കച്ചവടവും കാര്യങ്ങളാണല്ലോ ഈ കടക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു പുറത്തു നിന്നും ആളുകൾ ഇത് എടുത്തിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടി എന്നാ നീ പറയുന്നത്? അതെ, ഇത് മറ്റു ആളുകൾ എടുത്തിട്ടുണ്ട്, ഇത് നല്ല വരുമാനം കിട്ടും. നിനക്ക് വരുമാനമൊക്കെ കിട്ടുമോ? അപ്പോഴേക്കും മീര പറയണ, അതിന്റെ ഓണർക്കാണ് വരുമാനം കിട്ടുക. അപ്പൊ ഇവൾ ഇതിന്റെ ഓണർ അല്ലേ എന്ന് ശ്രുതി ചോദിക്കുമ്പോ, ഞാനും പിന്നെ വേറൊരാളും 2 പേർക്കും കാര്യമായ ഒരു വരുമാനം കിട്ടും, അവരാണ് ഇപ്പൊ ഈ കട നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ കടയുടെ പേരും മാറ്റിയെന്ന് പറയാനിട്ടോ. അങ്ങനെ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ശ്രുതിക്ക് ഒരു സന്തോഷമൊക്കെ തോന്നിയിട്ടോ. തന്റെ ഭാര്യയുടെ കട അത്രത്തോളം വികസിച്ചു എന്ന് പറഞ്ഞത് കേൾക്കുമ്പോൾ തനിക്ക് ഒരുപാട് സന്തോഷം കൊണ്ട് താൻ വീട്ടിലോട്ട് തുള്ളിച്ചാടി പോവാണ് കേട്ടോ. ആ സമയമാണെങ്കിൽ ചന്ദ്രമതിയും രവിയും അവിടെ ഇരിക്കുന്നുണ്ട്.
അങ്ങനെ ചന്ദ്രമതിയും രവിയും ഇങ്ങനെ സംസാരിച്ചും കൊണ്ടിരിക്കുമ്പോഴാണ് സുധി, അമ്മ ഒരു കാര്യം പറഞ്ഞു. അത് കേട്ടോടെ തന്നെ എന്താടാ? അപ്പോഴേക്കും സച്ചിയും രേവതിയും വരുന്നുണ്ട് കേട്ടോ. അപ്പോ സച്ചിയും രേവതിയാണെങ്കിലോ ഇങ്ങനെ ഇപ്പുറത്തെ ഈ ഒരു രേവതി ആണെങ്കിലോ പലിശക്കാരനോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ പണം അയാൾ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കടക്ക് എന്തായാലും ഇത്ര പണം തരാന്ന് പറഞ്ഞ അയാൾ കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതിയോട്. അപ്പൊ രേവതി മഹേഷിനോട് പറയുന്നുണ്ട്, എങ്ങനെങ്കിലും ഈ ഒരു കാറ് വാങ്ങുന്നതിന് മുന്നേ സച്ചേട്ടൻ ഇത് കാണണം. അപ്പൊ അത് പറയുന്നത് ദേവ് പറയും, എങ്ങനെ കാണാൻ പറ്റും? നീ ആണെങ്കിൽ ഒരു സർപ്രൈസ് ആയി കൊടുക്കണം എന്ന് പറയുന്നത്. അതിനിടയ്ക്ക് ഇത് ഞാൻ എങ്ങനെ കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുമ്പോ അത് എനിക്ക് നല്ല മറ്റുള്ളവർക്ക് എന്ന രീതിയിൽ വാങ്ങിക്കുന്ന രീതിയിൽ സച്ചേട്ടനെ കൊണ്ടുവരിക. പരസഹായം ചെയ്യാൻ നീയും നിന്റെ ഭർത്താവും വന്നല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ മഹേഷും പറയുന്നത് ശരിയാണ്, എങ്ങനെയെങ്കിലും ഞാനത് കൊണ്ടുവന്നോളാം എന്ന് പറയുന്നുണ്ട് കേട്ടാ. അങ്ങനെ രേവതി വീട്ടിലോട്ട് കയറി വരികയാണ്. അപ്പോഴാണ് ഇവിടെ ശ്രുതി വന്നിട്ട് സംസാരിക്കുന്നത്. അമ്മേ, ഒരു സംഭവം ഉണ്ടായി. ഇന്ന് ഞാൻ ശ്രുതിയുടെ കടയിലോട്ട് പോയിരുന്നു. എന്താ അവിടെ അതിന് മാത്രം കസ്റ്റമറൊക്കെ വരുന്നുണ്ടോ? അത് കേട്ട ഉടനെ അതല്ല അമ്മേ, നമ്മുടെ കടയുടെ പേര് മാറ്റിയിട്ടുണ്ട്. അത് കേൾക്കുന്ന ചന്ദ്രമതിയുടെ മുഖം ഇങ്ങനെ വല്ലാതെ ഉറിജാതിയായി വരികയാണ് കേട്ടോ. ഇത് കേട്ട് സച്ചിക്ക് രവീന്ദ്രന് വലിയ ഒത്തിരിയൊന്നുമില്ല, കാരണം മുമ്പേ അറിഞ്ഞിരിക്കുന്നു. അത് കണ്ട ഉടനെ തന്നെ എന്താ നീ പറഞ്ഞത് എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോ ഉടൻ തന്നെ ശ്രുതി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയോടെ തന്നെ ശ്രുതിയോട് ഇങ്ങനെ മീര പറയുന്നുണ്ട്, എടി നിന്റെ ഭർത്താവ് നിന്റെ വീട്ടിലോട്ടാണ് പോയിരിക്കുന്നത്, നിന്റെ അമ്മായിയമ്മ ഇനി ഇതിന്റെ പേരിലാവും പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ തന്നെ ശ്രുതി മീരയോട് പറയുന്നുണ്ട്, അത് ശരിയാണ്, അങ്ങേർക്ക് ഇപ്പൊ ഞാൻ ആ തള്ളക്ക് എന്തെങ്കിലുമൊക്കെ ഇടക്കിടക്ക് കൊണ്ടുകൊടുക്കുന്നത് എന്നോടൊരു കൂറ്, രേവതി എന്ന പെണ്ണിനെ കണ്ടുകൂടാ, എന്നാൽ എന്നെ അങ്ങനെ അല്ലായിരുന്നു, എന്നെ നല്ല ഇഷ്ടമാണ്, ഈ വർഷം വന്ന് കയറിയതിന് ശേഷമാണ് എന്നോടുള്ള അനുകമ്പയൊക്കെ പോയത്. എന്തായാലും ഇന്നത്തെ ഒരു സംഭവത്തിൽ തന്നെ രേവതി എന്റെ അമ്മായിമ്മക്ക് പൈസ കൊടുക്കുകയായിരുന്നെങ്കിൽ രേവതിയെ എന്റെ അമ്മായിമ്മ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു, അതും എന്റെ ഭാഗ്യം എന്നൊക്കെ പറയണം. എന്തായാലും ഞാൻ നിൽക്കുന്നില്ല, ബാക്കി വിശേഷങ്ങൾ വന്നിട്ട് പറയാമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ തന്റെ വീട്ടിലോട്ട് വരാണ്. അപ്പോ ശ്രുതി ഈ ഒരു സംസാരം കേട്ടിട്ടാണ് ശ്രുതി കയറി വരുന്നത്. അപ്പൊ ശ്രുതി പറയണ, അമ്മേ, ചില സാഹചര്യം കൊണ്ട് എനിക്ക് പേര് മാറ്റേണ്ടി വന്ന്. അത് കേട്ടുടങ്ങുന്ന ചന്ദ്രമതി, എന്താ ഈ പറഞ്ഞത്, പേര് മാറ്റേണ്ടി വരുന്നോ? എന്നിട്ട് നീ എന്താ എന്നോട് പറയാഞ്ഞത്? അപ്പോഴേക്ക് രവിയും സച്ചിയും തമ്മിൽ നോക്കുന്നുണ്ട്. എന്തായാലും ചന്ദ്രക്ക് ഒരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാവും. ശ്രുതിയുടെ കാര്യത്തിൽ ഇന്ന് തീരുമാനമായി എന്ന പ്രതീക്ഷയോടുകൂടി നിൽക്കുമ്പോ ഇവിടെ ശ്രുതി പറയണ, അമ്മ, ഇവളെ കുറ്റം പറയാൻ പറ്റില്ല, അത് വേറൊരു കടക്കാരെടുത്തിട്ടുണ്ട്, ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് പോലെ തന്നെ. അതുകൊണ്ട് അവരെടുത്തത് കൊണ്ട് തന്നെ ഇവളുടെ കടക്ക് നല്ല കസ്റ്റമർ ഉള്ളത് കൊണ്ട് തന്നെ ഇവർ നടത്തുന്നതിനേക്കാൾ ഡബിൾ പൈസ ഇവരുടെ കടയിൽ നിന്ന് ഇവർക്ക് കിട്ടും. അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചന്ദ്രമതി മറ്റുള്ളവർക്ക് മുന്നിൽ എപ്പോഴും ശ്രുതിയാണ് എന്നെ സ്നേഹിക്കുന്ന മരുമകൾ, അമ്മായിമ്മയുടെ സ്നേഹം മനസ്സിലാക്കുന്ന മരുമകൾ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വീമ്പ് കേൾക്കുന്ന ആ ഒരു നാക്കുകൊണ്ട് തന്നെ താൻ തിരിച്ചു പറഞ്ഞ സച്ചി രേവതി നിൽക്കുമ്പോൾ അത് തനിക്ക് തന്നെ തിരിച്ചടി എന്ന് മനസ്സിലാക്കുന്ന ചന്ദ്രമതി മനസ്സിൽ വെച്ചും കൊണ്ട് ഇങ്ങനെ വേണം പെണ്ണുങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ, എന്റെ ശ്രുതിയെ പോലെ തന്നെ ശ്രുതിക്കും കഴിവുണ്ട്, ഇവന്റെ ഭാഗ്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഉള്ളിൽ പകയുമായാണ് നിൽക്കുന്നത്, നല്ല കടിച്ചു തൂറാനുള്ള ആ ദേഷ്യവുമായി നിൽക്കുന്നുണ്ട്. ഇത് കാണുന്ന സച്ചിയും രവീന്ദ്രനും എന്താ ചന്ദ്രമതിക്ക് പേര് മാറ്റി എന്ന് പറഞ്ഞിട്ടും അതിലൊരു യാതൊരു സ്വഭാവ വ്യത്യാസവും ഇല്ലാത്തത്. അപ്പോഴേക്കും അവിടെ സച്ചി പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ കട ഏറ്റെടുത്താലും ശരി, എന്റെ അമ്മക്കിട്ട അതേ ആ ഒരു കടക്ക് ആ ഒരു പേര് ഞങ്ങൾ ഇടത്തുള്ളൂ, ഞങ്ങൾ ഒരിക്കലും മാറ്റില്ല. അപ്പോഴേക്കും രേവതി പറയുന്നത് ശരിയാണ്, എന്റെ കടയുടെ ആ പേര് അമ്മയുടെ തന്നെ ഇരിക്കട്ടെ എന്നൊക്കെ പറയുമ്പോ ആർക്ക് വേണതി ഒരു പൂക്കടയിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച പൈസയുടെ ആ കടക്ക് എന്റെ പേരിടണം ആർക്ക് വേണം? എനിക്ക് എന്റെ പേരൊന്നും ആ കടക്കിടുന്ന ഇഷ്ടമല്ല എന്നൊക്കെ ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞാല് ശ്രുതിയെ നിർത്തി പൊരിക്കുന്നുണ്ട്, ആരോട് ചോദിച്ചിട്ടാണ് ഇനി പേര് മാറ്റിയത് എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു സീനൊക്കെ ഇനി വരാനിരിക്കുന്നുണ്ട് കേട്ടോ.